ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ശരണ്യ നാരായൺ ആണ് എൻ്റെ ചാനലിൻ്റെ പേര്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്, ലൈക്കും ചെയ്യണം, അതുപോലെ ബെൽ ബട്ടണും അടിച്ചങ്ങ് പൊട്ടിച്ചേക്കണം. ഇതെൻ്റെ അമ്മ. നമ്മൾ രാത്രി ഒരു സിനിമയ്ക്ക് പോവുകയാണ്, ചത്താപ്പച്ച. ഇന്നലെ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു സിനിമ പ്രാന്തി, എനിക്ക് എല്ലാ സിനിമ ഇറങ്ങുന്നതിൻ്റെ അന്ന് തന്നെ കാണാം. ഇതെൻ്റെ ഡോറക്കുട്ടി. അപ്പം നമ്മൾ പോകണമെന്ന് മനസ്സിലായപ്പോൾ അങ്ങനെ കിടക്കുക കേട്ടോ, അവൾക്ക് അറിയാം. അപ്പോൾ കളിയൊക്കെ അങ്ങ് നിൽക്കും. പിന്നെ ഇങ്ങനെ ശോകം പിടിച്ച് കിടക്കും. പോവുകയാണെന്നൊക്കെ അറിയാം. നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് കറണ്ട് പോയി ഗൈസ്. പിന്നെ കറണ്ട് വന്നതിന് ശേഷമാണ് റെഡി ആയത്. അതുകൊണ്ട് എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ അമ്മ റെഡി ആയിട്ടുണ്ട്. അമ്മയുടെ അടുത്ത് ഞാൻ മുടി കെട്ടിയത് ശരിയായില്ല എന്ന് പറയുമ്പോൾ ഉള്ള ഭാവമാണത്. ഇതാണ് എൻ്റെ അനിയത്തി. അവൾ ഇത്ര ഡ്രസ്സ് മാറിയെന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് ഇതിൽ ഉറപ്പിച്ചു. എന്നെ കാണിക്കാൻ നിവർത്തിയില്ലല്ലോ, കാരണം ഞാനല്ലേ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് ഷോഫൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റെഡിയായി. ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് വീണ്ടും കറണ്ട് പോയിട്ടോ. അതുകൊണ്ട് നമുക്ക് സ്വിച്ച് ചെയ്ത് അടച്ചെന്നൊന്നും ഓർമ്മയില്ല. ഫുള്ളായിട്ട് കത്തിക്കിടന്ന് തിരിച്ചു വന്നപ്പോൾ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇവിടെ വെള്ളായണിയിലുള്ള പോത്തീസാണ് കേട്ടോ. അത് ഈ വഴിയാണ് നമുക്ക് സിറ്റിയിലോട്ട് പോകേണ്ടത്. സിറ്റിയും ഇതും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല, കുറച്ച് നേരമേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ നമ്മൾ പോയത് തേഴ്സ്ഡേ ആണ്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ് ഇവിടെ ട്രിവാൻഡ്രത്ത് നരേന്ദ്രമോദി വരുന്നത്, പ്രധാനമന്ത്രി. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ഫുൾ സിറ്റി ഇങ്ങനെ താമരയുടെ കൊടിയൊക്കെ വെച്ച് ഫുൾ ഫ്ലെക്സൊക്കെ ആയിരുന്നു നരേന്ദ്രമോദിയുടെ വരാൻ വേണ്ടിയിട്ടുള്ള ഇത്. അപ്പോൾ നമ്മൾ രാത്രി 9 മണിയുടെ ഷോയ്ക്കാണ് പോകുന്നത്. ഞങ്ങളുടെ സ്ഥിരം തിയേറ്ററാണ് കൈരളി നീളശ്രീ. ഇവിടെ വന്ന് സിനിമ കണ്ടാലേ എനിക്കൊരു സമാധാനമുള്ളൂ ഗൈസ്. അത് ഈ തിയേറ്റർ ഭയങ്കര സൂപ്പറാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്കിവിടെ വന്ന് കണ്ടാലേ എനിക്ക് തൃപ്തിയുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവിടെ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പം IFFK ഒക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ കാണില്ല ഷോ. ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്കിവിടെ വന്ന് കണ്ടാലേ തൃപ്തിയുള്ളൂ. പിന്നെ എൻ്റെ അനിയത്തി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിമിഷം അവൾക്ക് വെള്ളം ദാഹിക്കും, വിശക്കും. ആക്ച്വലി അമ്മ വഴക്ക് പറയും, കാരണം ഇവിടെ നിന്ന് എന്ത് വാങ്ങിച്ചാലും അത്യാവശ്യം റേറ്റ് ഉണ്ട്. എനിക്ക് ഇവിടെ റേറ്റ് കുറവാണ്, മാളിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ റേറ്റ് കുറവാണ്. എന്നാലും അമ്മ എന്നെ വഴക്ക് പറയും, എന്തിനാണ് ഇവിടെ നിന്ന് വാങ്ങുന്നതെന്ന് ചോദിച്ചിട്ട്. പക്ഷെ എന്നാലും നമ്മൾ എന്തെങ്കിലും വാങ്ങുക കേട്ടോ. അത് ഇവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിൻ്റെ ഒരു രസം അത് വേറെ തന്നെയല്ലേ. അപ്പോൾ സിനിമ ഇതായിരുന്നു, ചത്താപ്പച്ച. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സിനിമ എനിക്കിഷ്ടപ്പെട്ടു, എൻ്റെ അനിയത്തിക്ക് ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്ക് കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ചിരിക്കാനുണ്ട്. പിന്നെ ഫുൾ ഫൈറ്റൊക്കെയാണ് കേട്ടോ. അതിന് ശേഷം ഇറങ്ങിയതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുമാർ കഫേയിലോട്ടാണ് പോകുന്നത്. കിളിപ്പാലമാണ്. അപ്പോൾ നമ്മളൊരു ഊബർ ബുക്ക് ചെയ്ത് കുമാർ കഫേയിലോട്ട് പോയി. അവിടെ പോയപ്പോഴത്തേക്ക് മുകളിൽ ഫുള്ളായിട്ടുണ്ട്. പിന്നെ താഴെ ഇറങ്ങി വന്നു, കാരണം നമുക്ക് പോകണമല്ലോ. അത്യാവശ്യം രാത്രി മണി ഏകദേശം 11:45 12 അടുപ്പിച്ചാവും തോന്നുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഊബർ പിടിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എത്തിയത്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഞങ്ങൾ മുകളിലത്തെ നിലയിലെ താമസം കേട്ടോ. താഴെ കടയൊക്കെയാണ്, മുകളിലും കൊണ്ടൊരു കട. നമ്മളെ വീടുമായിട്ട് അതിന് ബന്ധമില്ല. അപ്പം വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ ഡോറ് ഫ്രണ്ടിൽ നിൽപ്പുണ്ട്, വാതിൽ തുറക്കുന്ന നിൽപ്പുണ്ട്. അവൾക്ക് ചോക്ലേറ്റ് വാങ്ങാനായിട്ട് പറ്റിയില്ല. എൻ്റെ കുഞ്ഞ് കാത്തിരിക്കായിരുന്നു നമ്മൾ വരുന്നത് നോക്കിയിട്ട്. അതിനുശേഷം തിരിച്ചു വന്ന് ഞാൻ പറഞ്ഞില്ലേ, ലൈറ്റ് എല്ലായിടത്തും ഇട്ട് വെച്ചിട്ടാണ് പോയത്. കടയുടെ അവിടുത്തെ ലൈറ്റ് ഉൾപ്പെടെ ഇട്ട് വെച്ചിട്ടാണ് പോയത് കേട്ടോ. ലൈറ്റൊക്കെ അണച്ചിട്ട് പിന്നെ ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കണം. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.